Lines and angles. Today we are going to discuss pairs of lines. Today we are going to discuss pairs of lines. The first one is intersecting lines. Intersecting lines. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ intersecting lines എന്ന് വെച്ചാൽ എന്താണ്? intersect ചെയ്യുക, കൂട്ടിമുട്ടുക. intersecting lines എന്ന് വെച്ചാൽ എന്താണ്? intersect ചെയ്യുക അല്ലെങ്കിൽ എന്താണ്? കൂട്ടിമുട്ടുക. എന്താണ്? കൂട്ടിമുട്ടുക. intersecting lines. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നു എന്താണ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ഒക്കെ. നമ്മൾ ഇൻ്റർസെക്റ്റിംഗ് നമ്മുടെ ഇതിൽ എന്താണ് നമ്മുടെ ഈ കൂട്ടിമുട്ടുന്ന ലീനിയർ പെയറിലെ രണ്ട് ഇതാണ് ലീനിയർ പെയർ എന്ന് പറയുന്നത്. ഒക്കെ ഓർമ്മയുണ്ടല്ലോ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നതാണ് ലീനിയർ പെയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആംഗിൾ, അതിനെ കട്ട് ചെയ്യുന്നു. ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചു വെച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർസെക്റ്റ് ചെയ്യുക, ഇൻ്റർസെക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ് അല്ലേ. ഇത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. ഓക്കെ, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ലൈൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത് ട്രാൻസ്വേഴ്സൽ ലൈൻസ് ആണ്. ഇപ്പോൾ ടു ലൈൻസ് ഇൻ്റർസെക്റ്റിംഗ് ഇഫ് ദേ ഹാവ് എ പോയിന്റ് ഇൻ കോമൺ പോയിന്റ് കാണാം, അങ്ങനെയുള്ളതാണ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. കോമൺ പോയിന്റ് ഉണ്ടായിരിക്കും അല്ലേ, അതാണ് ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. അടുത്തത് ട്രാൻസ്വേഴ്സൽ ലൈൻസ്. ട്രാൻസ്വേഴ്സൽ അടുത്ത ഇത് എന്തായിരുന്നു? ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഇതെന്തായിരുന്നു? ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. ഇതെന്തായിരുന്നു? ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ്. അടുത്തത് നമ്മൾ പഠിക്കുന്നതാണ് ട്രാൻസ്വേഴ്സൽ ലൈൻസ്. ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്ന ലൈൻ ദാറ്റ് ഇന്റർസെക്റ്റിംഗ് ടു ഓർ മോർ ലൈൻസ് ഡിഫറെൻറ്റ് പോയിന്റ്സ് ആർ കാൾഡ് ട്രാൻസ്വേഴ്സൽ. ഒന്നോ രണ്ടോ ലൈൻസിനെ രണ്ടൂന്ന് പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഇൻ്റർസെക്റ്റിംഗ് ലൈൻസ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? ഇപ്പോൾ ടു ഓർ ത്രീ ലൈൻസ് അല്ലെങ്കിൽ 1 or 2 ലൈൻസിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. 2 or more ലൈൻസിന് ഡിഫറെൻറ്റ് പോയിന്റുകളിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സൽ ലൈൻസ് എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സൽ ലൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രാൻസ്വേഴ്സൽ ലൈൻസ്. ഓക്കെ, ട്രാൻസ്വേഴ്സൽ ലൈൻസ്. അപ്പോൾ നോക്കിയേ, ഇങ്ങനെ വരയ്ക്കുന്നു. ഇതൊരു ട്രാൻസ്വേഴ്സൽ ലൈൻസ് ആണോ? ഇതൊരു ട്രാൻസ്വേഴ്സൽ ലൈൻസ് ആണോ? അല്ല. എന്താണ്? ഡിഫറെൻറ്റ് പോയിന്റുകൾ വേണം അല്ലേ. 2 or 3 ലൈൻസ് ഒരേ പോയിന്റിൽ കൂടെ അല്ല വരയ്ക്കേണ്ടത്, ഡിഫറെൻറ്റ് പോയിന്റ്സിൽ കൂടെ ഡിഫറെൻറ്റ് പോയിന്റ്സ് ആയിരിക്കണം അല്ലേ. ലൈൻ സെറ്റ് ഡിഫറെൻറ്റ് പോയിന്റ് ആയിരിക്കണം. ഇവിടെ ഒരൊറ്റ പോയിന്റ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ട്രാൻസ്വേഴ്സൽ. അതുകൊണ്ട് ഇത് ട്രാൻസ്വേഴ്സൽ അല്ല. ഇപ്പോൾ നമ്മൾ ട്രാൻസ്വേഴ്സൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ 2 or more ലൈൻസിന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു 2 പോയിന്റുകൾ. നോക്ക്, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആംഗിൾസ് മേക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അടുത്ത ടോപ്പിക്കാണ് ആംഗിൾ മെയ്ഡ് ബൈ ട്രാൻസ്വേഴ്സൽ. ആംഗിൾ മെയ്ഡ് ബൈ ട്രാൻസ്വേഴ്സൽ. ടീച്ചർ ഈ ഒരു ലൈനിന് പി എന്നുള്ള പേര് കൊടുത്തു, ഈ ലൈനിന് എൽ എന്നുള്ള പേര് കൊടുത്തു, ഈ ലൈനിന് എം എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, ഇവർക്ക് എം എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ നോക്കൂ, ഈ മേളിൽ ഒരു പോയിന്റിൽ ഈ ഫസ്റ്റ് എൽ എന്ന് പറയുന്ന ലൈനിൽ പി കൂട്ടിമുട്ടിയപ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ആംഗിൾസ് ഫോം ചെയ്തു. അതായത് ഫസ്റ്റ് ആംഗിൾ, ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ആംഗിൾ, ഇതെന്ന് പറയുന്നത് തേർഡ് ആംഗിൾ, ഇതെന്ന് പറയുന്നത് ഫോർത്ത് ആംഗിൾ. ഓക്കെ ആണല്ലോ. ഇതിൽ നമുക്ക് ഫസ്റ്റ് ആംഗിൾ, സെക്കൻഡ് ആംഗിൾ, തേർഡ് ആംഗിൾ, ഫോർത്ത് ആംഗിൾ. അതുപോലെ താഴെയും ഉണ്ടായിട്ടുണ്ട്, സെക്കൻഡ് ലൈനിലും ഉണ്ടായിട്ടുണ്ട്. ഫിഫ്ത്ത് ആംഗിൾ, സിക്സ്ത് ആംഗിൾ, സെവൻത് ആംഗിൾ, എയ്ത്ത് ആംഗിൾ, അങ്ങനെ ആംഗിൾസ് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആംഗിൾസ് മേക്ക് ചെയ്തേക്കുന്ന 1, 2, 3, 4, അതുപോലെ 5, 6, 7, 8. അപ്പോൾ ഇത്രയും ആംഗിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. ഇത്രയും ആംഗിൾസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ആംഗിൾസ്. എത്രയും ആംഗിൾസ് ഏതൊക്കെയാണെന്ന്? 1, 2, 3, 4. ഓക്കെ, 5, 6, 7, 8. ഇതിൽ നമുക്കറിയാൻ പറ്റും, നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾസാണ്, ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഇൻറ്റീരിയർ ആംഗിൾസ്. എന്താണ്?
ഫസ്റ്റ് എന്ന് പറയുന്ന ഇൻറ്റീരിയർ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഇൻറ്റീരിയർ എന്ന് പറയുന്നത് എന്താണ്? അകത്ത് വരുന്ന അല്ലേ, ഇൻറ്റീരിയർ ആംഗിൾസ്. ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇൻറ്റീരിയർ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് അകത്ത് വരുന്ന, അതായത് ഈ രണ്ട് ലൈൻസിൻ്റെ അകത്ത് വരുന്നതാണ് ഇതൊക്കെ പുറത്ത് കിടക്കുകയാണ് കേട്ടോ, വെളിയിലുണ്ട്. പക്ഷേ ഈ രണ്ട് ലൈനിൻ്റെ അകത്ത് വരുന്ന ആംഗിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ നിങ്ങൾ നോക്കി പറഞ്ഞേ, ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? 3, 4, 5, 6 അല്ലേ. 3, 4, 5, 6. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾസ് ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5 ആൻഡ് ആംഗിൾ 6. ഇത് ഇത്രയും പേരാണ് ഇൻറ്റീരിയർ ആംഗിൾസ്, അകത്ത് വരുന്ന ആംഗിൾസ്. എന്ന് വെച്ചാൽ വെളിയിൽ കിടക്കുകയല്ല, അകത്ത്, ഈ രണ്ട് ലൈൻസിൻ്റെ അകത്ത് കിടക്കുകയാണ് അല്ലേ. ഈ രണ്ട് ലൈൻസിൻ്റെ അകത്ത് കിടക്കുന്ന ആംഗിൾസാണ് ഇൻറ്റീരിയർ ആംഗിൾ. അടുത്ത, അപ്പോൾ ഇൻറ്റീരിയർ കഴിഞ്ഞാൽ അടുത്ത എന്തായിരിക്കും? എക്സ്റ്റീരിയർ ആംഗിൾ ആയിരിക്കും. അടുത്ത എന്തായിരിക്കും മക്കളെ? എക്സ്റ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? വെളിയിൽ വരുന്ന ആംഗിൾസ് ആണ് എന്തെന്ന് പറയുന്നത്? എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ എക്സ്റ്റീരിയർ, വെളിയിൽ കിടക്കുന്ന ആംഗിൾ ഏതൊക്കെയാണ്? ആംഗിൾ 1 ഉണ്ട്, ആംഗിൾ 2 ഉണ്ട്, ആംഗിൾ 7 ഉണ്ട്, ആംഗിൾ 8 ഉണ്ട്. ഏതൊക്കെയുണ്ട്? 1, 2, 7, 8. 1, 2, 7, 8. ഇത് ഇത്രയും വെളിയിൽ വരുന്ന ആംഗിൾസ് ആണ്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിളും ഇൻറ്റീരിയർ ആംഗിളും നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി അടുത്തത് പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ. പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. നോക്ക്, പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരേ ഇതിൽ വരണം, ഒരു പെയർ ആയിരിക്കണം. പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ. അപ്പോൾ ഒരേ സൈഡിൽ വരണം. അപ്പോൾ ആംഗിൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ആംഗിൾ 5 ആണ്. കറസ്പോണ്ടിങ് ആംഗിൾ ഒന്നാമത്തെ ഏതാണ്? ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 5. അങ്ങനെയാണെങ്കിൽ ആംഗിൾ 2ഉം ആംഗിൾ 6ഉം. ആംഗിൾ 2 ആൻഡ് ആംഗിൾ 6. ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ആംഗിൾ 2ഉം ആംഗിൾ 6ഉം. അടുത്തത് എന്തായിരിക്കും? ആംഗിൾ 3 ആണെങ്കിൽ അതിൻ്റെ കൂടെ ആംഗിൾ 7 വരും. ആംഗിൾ 4 ആണെങ്കിൽ അതിൻ്റെ കൂടെ ആംഗിൾ 8 വരും. ഓക്കെ, ഇതാണ് പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ. ഒരേ സൈഡിൽ വരുന്ന പെയേഴ്സ് ഓഫ് ആദ്യം വരുന്ന അല്ലേ. അപ്പോൾ ഫസ്റ്റ് 1ഉം 5ഉം, അടുത്തത് 2ഉം 6ഉം, അടുത്തത് 3ഉം 7ഉം 4ഉം 8ഉം. ഇതാണ് പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ ഇൻറ്റീരിയർ ആംഗിൾ നമുക്ക് മനസ്സിലായി, എക്സ്റ്റീരിയർ ആംഗിൾ മനസ്സിലായി, പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് നമുക്ക് മനസ്സിലായി. അടുത്തത് പെയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റ് ആംഗിൾ. പെയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ, അകത്ത് വരുന്നതാണ് ഇൻറ്റീരിയർ ആംഗിൾ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ. പെയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന. അപ്പോൾ അകത്ത് വരുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾ 3 ആൻഡ് ആംഗിൾ 6 അല്ലേ. ആംഗിൾ 3ഉം ആംഗിൾ 6ഉം ആണ് പെയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത്, അകത്ത് വരുന്നത്. ഇൻറ്റീരിയർ ആംഗിൾ 3, 4, 5, 6 ആണ് അല്ലേ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആകുമ്പോൾ 3ഉം 6ഉം 4ഉം 5ഉം ആയിരിക്കും അല്ലേ. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? 3ഉം 6ഉം 4ഉം 5ഉം. ഏതൊക്കെയാണ്? 4ഉം 5ഉം ആണ് വരുന്നത്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് 4ഉം 5ഉം. ഓക്കെ, അടുത്തത് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് പറയാലോ. പെയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയർ എന്ന് വെച്ചാൽ വെളിയിൽ വരുന്ന അല്ലേ. എക്സ്റ്റീരിയർ ആംഗിൾ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ ഇവിടെ നോക്കൂ, വെളിയിൽ വരുന്ന ആംഗിൾ 1ഉം ആംഗിൾ 8ഉം ആംഗിൾ 2ഉം 7ഉം ഒക്കെയാണ്. അപ്പോൾ വെളിയിൽ വരുന്ന ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? ആംഗിൾ 1ഉം ആംഗിൾ 8ഉം. ആംഗിൾ 1 ആൻഡ് ആംഗിൾ 8. അടുത്തത് നമുക്ക് എന്ത് പറയാം? ആംഗിൾ 2 ആൻഡ് ആംഗിൾ 7. ആംഗിൾ 2 ആൻഡ് ആംഗിൾ 7. അപ്പോൾ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിളായി, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളായി. ഓക്കെ, ഇനി പെയേഴ്സ് ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓൺ ദി സെയിം സൈഡ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ. പെയേഴ്സ് ഓഫ് ഇൻറ്റീരിയർ ആംഗിൾ ഓൺ ദി സെയിം സൈഡ്സ് ഓഫ് ദി ട്രാൻസ്വേഴ്സൽ ആംഗിൾ, അത് പറയണം. ഇതാണ്
pairs of interior angles on the same side of the ട്രാൻസ്വേഴ്സൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, സെയിം സൈഡിൽ വരണം. ഓക്കെ, സെയിം സൈഡിൽ വരണം. അപ്പോൾ അത് ഏതൊക്കെയായിരിക്കും? ആംഗിൾ 3യും ആംഗിൾ 5ഉം ആയിരിക്കും അല്ലേ? ഒരേ സൈഡിൽ വരുന്ന ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5. അടുത്ത ഏത് പറയാം? ആംഗിൾ 3 ആൻഡ് ആംഗിൾ 5 പറയാം. അടുത്തത് ആംഗിൾ 4 ആൻഡ് ആംഗിൾ 6. ഇൻറ്റീരിയറിൽ വരുന്നതുകൊണ്ടാണ് ആംഗിൾ 4 ആൻഡ് ആംഗിൾ 6. ക്ലിയർ ആയോ? ഒന്നുകൂടെ ടീച്ചർ പറഞ്ഞുതരാം. നമ്മൾ 2 ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇനി അതിൻ്റെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നതിന് ടീച്ചർ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ആംഗിൾ 1 എന്ന് പേര് കൊടുത്തു, 2, 3, 4. ഇതാണ് എന്താ പറയുന്ന എക്സ്റ്റീരിയർ ആംഗിൾ. ഇതാണ് എന്തെന്ന് പറയുന്ന എക്സ്റ്റീരിയർ ആംഗിൾ. സോറി, ഇൻറ്റീരിയർ ആംഗിൾ. മാറിപ്പോയി. ഇൻറ്റീരിയർ ആംഗിൾസ്. ഇതാണ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓക്കെ, ഇനി അടുത്തത് എക്സ്റ്റീരിയർ ആംഗിൾ ടീച്ചർ മാർക്ക് ചെയ്ത് വേറൊരു ഫിഗറിൽ കാണിച്ചു തരാം. എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പോൾ 2 ആംഗിൾസ് വരയ്ക്കുന്നു. ഇതാണ് എക്സ്റ്റീരിയർ, വെളിയിൽ വരുന്നത്. ഇപ്പോൾ ആംഗിൾ എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്, വൈ, എ, ബി. ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. പേര് കൊടുക്കാതെ ടീച്ചർ പറഞ്ഞു തരണം കേട്ടോ. ഇത് എക്സ്റ്റീരിയർ ആംഗിൾ. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് എക്സ്റ്റീരിയർ ആംഗിൾ. ഇനി അടുത്ത നോക്ക്, പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. ഓക്കെ, അപ്പോൾ പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുമ്പോൾ ആംഗിൾ, ഇപ്പോൾ ഇതാണ് 1 വെച്ചോ. ആംഗിൾ 1 ആംഗിൾ 5 ആണ്. ഓക്കെ, 5 ആണ് ആംഗിൾ 1 ആംഗിൾ 5. ഇത് പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ഒന്നാമത്തെ ആംഗിൾ. പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ഒന്നാമത്തെ ആംഗിൾ. അടുത്ത പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ നോക്കുക, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണെന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് മാത്രമേ പറയാവൂ. അപ്പോൾ ഇതിനും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആരായിരിക്കും? ആംഗിൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ആംഗിൾ 6 ആയിരിക്കും അല്ലേ? കറസ്പോണ്ടിങ് ആംഗിൾ. അടുത്തതും ഉണ്ട്. ഏതാണ്? ഫിഗർ വരച്ചാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു ഒന്നാമത്തെ കറസ്പോണ്ടിങ് ആംഗിൾ. ഇനി അകത്ത് വരുന്നത് അല്ലേ, ആംഗിൾ 3യും ആംഗിൾ 7. അടുത്ത കറസ്പോണ്ടിങ് ആംഗിൾ. അടുത്ത കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ വരുന്നതായിരിക്കും. ഏതൊക്കെയാണ് അടുത്ത കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്നത്? 4ഉം 8. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ കറസ്പോണ്ടിങ് ആംഗിൾ ഇത്, രണ്ടാമത്തെ ഇത്, മൂന്നാമത്തെ ഇത്, നാലാമത്തെ ഇത്. ഓക്കെ ആണല്ലോ? കറസ്പോണ്ടിങ് ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ അതറിയാമല്ലോ. അടുത്തത് എന്താണ്? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആകുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരച്ചിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന ഇൻറ്റീരിയർ ആംഗിളാണ്. ഇപ്പോൾ ആംഗിൾ ഇത് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരണം. ഇവർ രണ്ടുപേരുമായിരിക്കും ഈക്വൽ. അടുത്ത ഒരെണ്ണം ഇവിടെ തന്നെ ടീച്ചർ വരയ്ക്കാം. അടുത്ത വരയ്ക്കുകയാണെങ്കിൽ ഇതെടുക്കുകയാണെങ്കിൽ ഇവിടെ വരണം അല്ലേ? അപ്പോൾ ഇത് 4, ഇത് 5. ഇതാണ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ നമുക്ക് പറയാമല്ലോ. ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. അപ്പോൾ 2 ഫിഗർ വരയ്ക്കുക. എക്സ്റ്റീരിയറിൽ വരുന്നതാണ്. എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം പുറത്തു വരുന്നതാണ്. അപ്പോൾ ഇത് 1 ആണെങ്കിൽ ഇത് ആയിരിക്കും. അടുത്തത് ഇതാണെങ്കിൽ അടുത്തത് ഇവിടെ വരുന്നതായിരിക്കും അല്ലേ? 2 ആണെങ്കിൽ അടുത്തത് 7 ആയിരിക്കും. ഇത് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്വേഴ്സൽ ലൈൻസിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്, ഇൻറ്റീരിയർ ആംഗിൾ എന്താണ്, പിന്നെ എന്താണ് നമ്മൾ പഠിച്ചത്, പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ എന്താണ്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്താണ്, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ എന്താണ്. ഇത്രയും കാര്യങ്ങളാണ് ട്രാൻസ്വേഴ്സലിലെ ആംഗിൾസ് പഠിക്കാനുള്ളത്. പിന്നെ ഈ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചതിൽ
അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ പറഞ്ഞു അല്ലേ, കറസ്പോണ്ടിങ് ആംഗിൾസ് പറഞ്ഞു. എന്താണ് അടുത്തത്, കറസ്പോണ്ടിങ് ആംഗിൾസ് കഴിഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് പറഞ്ഞു, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അതിൽ ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളിൽ എന്താണ് ഹാവ് ഡിഫറെൻറ്റ് വെർട്ടെക്സ് ആണ്. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിളിൽ ഡിഫറെൻറ്റ് വെക്ട്രക്സ് ആണ്. എക്സ്റ്റീരിയറിലായാലും ഡിഫറെൻറ്റ് വെക്ട്രക്സ് ആണ്. പിന്നെ അതിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് അല്ലേ, ട്രാൻസ്വേഴ്സൽ ഓപ്പോസിറ്റ് സൈഡ്സിലാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി പാരലൽ ലൈൻസിൽ ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇത് പാരലൽ ലൈൻസ് ആയിട്ടൊന്നും അല്ല വരച്ചേക്കുന്നത് അല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെയാണ് വരച്ചേക്കുന്നത്. ഈ രണ്ട് ലൈൻസ് പാരലായിട്ട് നമ്മളിനി വരയ്ക്കാൻ തുടങ്ങും. എന്തായിട്ട് തുടങ്ങും? പാരലായിട്ട് വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ ട്രാൻസ്വേഴ്സൽ ഓഫ് എ പാരലൽ ലൈൻസ് എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ വരയ്ക്കാം നമുക്ക്. ഇങ്ങനെയൊക്കെ ഇതെല്ലാം ട്രാൻസ്വേഴ്സലിന് എക്സാമ്പിളാണ്. പക്ഷേ ഇനി നമ്മൾ വരയ്ക്കാൻ പോണത് രണ്ട് ലൈൻസ് വരച്ചാൽ അത് പാരലായിരിക്കണം, ഒരിക്കലും കൂട്ടിമുട്ടരുത്. പാരലൽ ലൈൻസിൽ ട്രാൻസ്വേഴ്സൽ ചോദിക്കും. പാരലൽ ലൈൻസിൽ ട്രാൻസ്വേഴ്സലിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ 2 പാരലൽ ലൈൻസിനെ കട്ട് ചെയ്യുന്നു. ഒരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ മെഷർ ആയിരിക്കും. പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ മെഷർ ആയിരിക്കും. ഇപ്പോൾ നോക്കൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ പഠിച്ചതാണ്. ഇത് 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഫോളോ ചെയ്യാം. 2 പാരലൽ ലൈൻസ് വരച്ചിട്ട് ഈ ആംഗിൾ 1 ആണെന്ന് വെച്ചോ. ഓക്കെ, ടീച്ചർ ഒന്നുകൂടെ അടയാളപ്പെടുത്തി വെക്കാം. ആംഗിൾ 1ഉം ആംഗിൾ 5. ഓക്കെ, ആംഗിൾ 1ഉം ആംഗിൾ 5 ആണ് പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ. അവരെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്ത പാരലൽ ലൈൻസ് വരച്ചിട്ട് അടുത്ത കറസ്പോണ്ടിങ് ആംഗിൾ എന്ന് പറയുന്ന ആരൊക്കെയായിരുന്നു? ആംഗിൾ 2 എടുക്കുകയാണെങ്കിൽ ആംഗിൾ 2ഉം ആംഗിൾ 6ഉം ആംഗിൾ 2ഉം ആംഗിൾ 6ഉം അവർ രണ്ടുപേരും എന്തായിരിക്കും? ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 6 ആയിരിക്കും. ആംഗിൾ 2 ഇസ് ഈക്വൽ ടു ആംഗിൾ 6 ആയിരിക്കും. ആംഗിൾ 2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ആംഗിൾ 6 ആയിരിക്കും. അടുത്ത പാരലൽ ലൈൻ വരച്ചിട്ട് അടുത്ത കറസ്പോണ്ടിങ് ആംഗിൾസ് ഏതാണ്? ആംഗിൾ 3 ആണ് വരയ്ക്കുന്നതെങ്കിൽ ആംഗിൾ 7 ആയിരിക്കും. ആംഗിൾ 3ഉം ആംഗിൾ 7ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത പാരലൽ ലൈൻ വരച്ചിട്ട് അടുത്ത കറസ്പോണ്ടിങ് ആംഗിളായ 4ഉം 8ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 4ഉം 8ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പാരലൽ ലൈൻസ് വരച്ചിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇപ്പം ഈക്വൽ ആണെന്ന് പറഞ്ഞു. പാരലൽ ലൈൻസ് ആണെങ്കിൽ മാത്രമേ കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആവത്തുള്ളൂ. അല്ല, നേരത്തെ വരച്ചവരൊന്നും ഈക്വൽ ആവണമെന്നില്ല. പാരലൽ ലൈൻസ് വരച്ചിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് മാർക്ക് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? ആംഗിൾസ് ഈക്വൽ ആവുന്നത്. പാരലൽ ലൈൻസ് വരച്ചിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് അടയാളപ്പെടുത്തുമ്പോൾ 2 പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ. ഈച്ച് പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ മെഷർ. ഈച്ച് പെയേഴ്സ് ഓഫ് എ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ മെഷർ. ആ കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ ആണോ? പാരലൽ ലൈൻസ് വരച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അതിൽ നമുക്ക് എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. ട്രൈ ദീസ് ആണ്, അത് നിങ്ങൾ ചെയ്യുക. പേജ് നമ്പർ 106 ഫസ്റ്റ് ട്രൈ ദീസ് നിങ്ങൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ദെൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കി ട്രൈ ദീസിലെ ക്വസ്റ്റ്യൻ ചെയ്യണേ. The 2 parallel lines are cut transversal. Each pairs of alternate interior angles equal ആയിരിക്കും. ഈ പാരലൽ ലൈൻസ് വെച്ച് അടുത്തത് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ നമ്മൾ പഠിച്ചില്ലേ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ, 2 പാരലൽ ലൈൻസ് വരച്ചാൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരുന്നത് നേരത്തെ ഇത് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. കാര്യം അതല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന. ഇപ്പോൾ 3ഉം ഇത് 6ഉം ആണ്. ഈ 2 ലൈൻ പാരലൽ ആണെങ്കിൽ ആംഗിൾ 3ഉം ആംഗിൾ 6ഉം ഈക്വൽ ആയിരിക്കും. ഈ 2 ലൈൻ പാരലൽ ആണെങ്കിൽ ഇവിടെ വരുന്നത് ആംഗിൾ 5ഉം ഇവിടെ വരുന്നത് 4 ആണെന്ന് തോന്നുന്നു. 4ഉം ഇവിടെ വരുന്നത് 5ഉം. ആംഗിൾ 4ഉം ആംഗിൾ 5ഉം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കേട്ടോ. ഓൾട്ടർനേറ്റ്
ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. 2 പാരലൽ ലൈൻസ് കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ ഈച്ച് പെയേഴ്സ് ഓഫ് ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ പഠിക്കാനുള്ളത് സപ്ലിമെൻ്ററി എന്ന് പറയുന്നു. ഒരു ആംഗിൾ സപ്ലിമെൻ്ററി എന്ന് പറയണമെങ്കിൽ 2 ആംഗിളുകളുടെ സം എടുക്കുമ്പോൾ 180 വരുന്നതാണ് സപ്ലിമെൻ്ററി എന്ന് പറയുന്നത്. ഓക്കെ, നോക്കൂ, 2 പാരലൽ ലൈൻസ് ടീച്ചർ മാർക്ക് ചെയ്ത് വെച്ചു. അതിനെ ഒരു ട്രാൻസ്വേഴ്സൽ കൊണ്ട് കട്ട് ചെയ്തു. ഇത് ആംഗിൾ 1, ഇത് ആംഗിൾ 2, ഇത് ആംഗിൾ 3, ഇത് ആംഗിൾ 4, ഇത് ആംഗിൾ 5, ഇത് ആംഗിൾ 6, ഇത് ആംഗിൾ 7, ഇത് ആംഗിൾ 8. ഇങ്ങനെ ആംഗിൾസ് മാർക്ക് ചെയ്ത് വെച്ചു. നോക്ക്, ആംഗിൾ ഈ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചതിൽ നമ്മൾ നോക്കൂ, ആംഗിൾ 3യും ആംഗിൾ 1നെയും നിങ്ങൾ കണ്ടോ? ആംഗിൾ 3യും ആംഗിൾ 1ഉം ഇങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ആംഗിൾ 3യും ആംഗിൾ 1ഉം ആംഗിൾ 3യും ആംഗിൾ 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ അതൊരു ലീനിയർ പെയർ ആണല്ലേ. അതെന്താണ്? ലീനിയർ പെയർ ആണ്. അപ്പോൾ അതിൻ്റെ സം എന്ന് പറയുന്നത് എത്ര വരണം? 180 ഡിഗ്രി വരണം. ലീനിയർ പെയർ ആയതുകൊണ്ട് അതിൻ്റെ സം എത്ര വരണം? 180 ഡിഗ്രി വരണം. ഓക്കെ, ലീനിയർ പെയർ ആയതുകൊണ്ട് അതിൻ്റെ സം എത്ര വരണം? 180 വരണം. ഓക്കെ, അതിൽ തന്നെ നമുക്കറിയാം ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 6 ആണ് അല്ലേ. ആംഗിൾ 1 ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 എന്ന് പറയുന്നത് എത്രയാവും? 180 ഡിഗ്രി ആവൂലേ. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 എന്ന് പറയുന്നത് എന്താവും? 180 ഡിഗ്രി ആവും. ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 എന്ന് പറയുന്നത് എന്താവും? 180 ഡിഗ്രി ആവും. ക്ലിയർ ആവുന്നുണ്ടോ? ആംഗിൾ 3 പ്ലസ് ആംഗിൾ 6 എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലിമെൻ്ററി ആംഗിളാണ്. ഇഫ് 2 പാരലൽ ലൈൻസ് ആർ കട്ട് ബൈ എ ട്രാൻസ്വേഴ്സൽ then each pairs of interior angle on the same side the transversal are supplementary. ഈ കാര്യം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇത് എല്ലാം കൂടെ പഠിച്ചാൽ നിങ്ങൾ കുഴഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച ട്രാൻസ്വേഴ്സൽ പഠിച്ചു, അതിലെ കറസ്പോണ്ടിങ് ആംഗിൾ, ഇൻറ്റീരിയർ ആംഗിൾ, പെയേഴ്സ് ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പിന്നെ പാരലൽ ലൈൻസ് ആണെങ്കിൽ അതിൻ്റെ എന്തെല്ലാം മെത്തേഡുകളാണ് പഠിച്ചതെന്ന് മനസ്സിലാക്കി. സപ്ലിമെൻ്ററി വരുന്നത് നിങ്ങളിപ്പോൾ പഠിക്കേണ്ട, അത് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എല്ലാം കൂടെ ആയാൽ നമുക്ക് എന്തായി പോവും? കൺഫ്യൂഷനായി പോവും. ഓക്കെ, അപ്പോൾ ഗൂഗിൾ മീറ്റിൽ ഒന്നുകൂടി ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. Okay, thank you. Bye bye. See you again.